ഹാർഡ് വർക്ക് ചെയ്യുക എന്ന പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത്. പലപ്പോഴും നമ്മളെ സ്മാർട്ട് വർക്കാണ് നമ്മളെ നീറ്റ് ക്രാക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ബയോളജി നമ്മൾ വായിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണോ അതോ NCERT മാത്രം വായിച്ചാൽ പോരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഈ ഒരു വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. സോ അത് നിങ്ങൾ മറക്കരുത്. പലപ്പോഴും ഐഡിയലി ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴും പലരുടെയും കേസിൽ അതാവണമെന്നില്ല ഐഡിയൽ പ്രിപ്പറേഷൻ. അത് ഓരോ കേസ് അനുസരിച്ച് വ്യത്യാസം വരും. സോ നമുക്ക് പോയിന്റിലോട്ട് വരാം. നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡന്റ് ആണോ? അതായത് ഫിസിക്സ്, കെമിസ്ട്രി കുറച്ച് ടഫായിട്ട് തോന്നുന്നു, എന്നാൽ ബയോളജി കമ്പാരിറ്റീവ്ലി ഈസിയാണ്, കാര്യങ്ങളൊക്കെ ബയോളജിയിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ് ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾക്ക് 1 മിനിറ്റിനകത്തൊന്നും ആൻസർ ചെയ്യാൻ സാധിക്കുന്നില്ല, വേഗത കൂട്ടേണ്ടതുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കൺസെപ്റ്റ് മൈൻഡിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ആ ഒരു സ്പീഡ് 1 മിനിറ്റിനകത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്നു. അപ്പം ഇത്തരം ഒരു കേസിൽ സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. സബ്ജക്റ്റിനെ നമ്മൾ പ്രയോറിറ്റി വൈസ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, മാക്സിമം സ്പീഡ് കൂട്ടുന്നു, കൺസെപ്റ്റ് ഒക്കെ നല്ല ക്ലിയർ ആക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ബയോളജിയിലെ NCERT നന്നായിട്ട് വായിക്കുന്നു, A to Z അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഒപ്പം മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റിവൈസ് ചെയ്യുന്നു. അപ്പം ആ ഒരു ഫസ്റ്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനാണ്. കാരണം ഇങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തു, റിവൈസ് ചെയ്തു, ബയോളജി NCERT മാക്സിമം നമ്മൾ A to Z നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ റിവൈസ് ചെയ്തു. ഇനിയിപ്പം PYQs ബയോളജിയിൽ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ 600 ക്രോസ് ചെയ്യാനുള്ള സാധ്യത കുറയുന്നില്ല. കാരണം ബയോളജി നമുക്കറിയാം A to Z NCERT നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ കഴിഞ്ഞ 2023 NEET ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും NCERT ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് NCERT മാത്രം A to Z നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ ഒരു 360 വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനിയിപ്പോ 1-2 ക്വസ്റ്റ്യനോ പുറത്തുനിന്നോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടോ ഒക്കെ ആയാൽ പോലും 350 അതിന് മുകളിലൊക്കെ നിങ്ങൾക്ക് ബയോളജിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. നേരെ തിരിച്ച് നിങ്ങൾ ബയോളജി PYQs ചെയ്യാൻ ശ്രമിച്ചു, ഫിസിക്സ്, കെമിസ്ട്രി ഒരുപാട് സമയം അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല, കോംപ്രമൈസിലായി, അങ്ങനെയാണെങ്കിൽ 600 ക്രോസ് ചെയ്യാനുള്ള സാധ്യത കുറവാവുക ചെയ്യുന്നത്. കാരണം ഫിസിക്സ്, കെമിസ്ട്രി മസ്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് ആ ഒരു 600 മുകളിലോട്ട് നിങ്ങളെ റാങ്ക് പോകുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി മാക്സിമം നിങ്ങൾ സെറ്റ് ആക്കി, ബയോളജി NCERT ഫുൾ വായിച്ചു, റിവൈസ് ചെയ്തു, സ്റ്റിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിലെ PYQസും ചെയ്യാവുന്നതാണ്. ഐഡിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ബയോളജിയിലെ PYQസും ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. പക്ഷേ നമ്മൾ ടൈം ലിമിറ്റഡ് ആവുമ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു കാര്യങ്ങളായിരിക്കണം. നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിട്ടും ചെയ്തിരിക്കണം. ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ബയോളജി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന, ഓർത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി PYQs ധാരാളം ചെയ്യുന്നത് നിങ്ങളെ ബയോളജിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത്തരം ഒരു കേസിനെ കുറിച്ചല്ല നമ്മൾ നേരത്തെ സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. സോ അത് നിങ്ങൾ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.